ഇത്രയും കസ്റ്റർഡ് ആപ്പിളൊക്കെ ഇട്ടിട്ട് കസ്റ്റർഡ് ആപ്പിൾ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കണ്ടേന്ന് വെച്ചിട്ടാണ് നമ്മൾ കസ്റ്റർഡ് ആപ്പിൾ ബസൂരി ഉണ്ടാക്കാൻ തീരുമാനിച്ചു കേട്ടോ. പക്ഷേ അന്നത്തെ ദിവസം ഞാൻ നോക്കിയപ്പം ആകെ ഒരൊറ്റ കസ്റ്റർഡ് ആപ്പിളെ പഴുത്തിട്ടുണ്ടായിരുന്നുള്ളൂ. എന്നാലും വെച്ച കാലം മുന്നോട്ട് തന്നെ മിക്സിയിലേക്ക് ഒരു കസ്റ്റർഡ് ആപ്പിളിൻ്റെ പൾപ്പ് മൊത്തമായിട്ട് ഇങ്ങനെ പതുക്കെ ഒറ്റ തവണ പൾസിലിട്ട് അതിൻ്റെ കുരുവൊക്കെ ഇതുപോലെ എടുത്ത് മാറ്റിയിട്ടോ. അങ്ങനെ നമുക്ക് ഏകദേശം 2-2.5 ടേബിൾ സ്പൂൺ പൾപ്പ് കിട്ടിയിട്ടുണ്ട്. അതവിടെ എടുത്ത് മാറ്റി വെച്ചു. പിന്നെ ഒരു പാൻ ചൂടാക്കുന്ന ഉടനെ അതിലൊരു അര ടേബിൾ സ്പൂൺ ഇട്ടാൽ മതി, മധുരം കുറച്ചിട്ടാൽ മതി. കുറച്ചിട്ട് കഴിഞ്ഞിട്ട് നോക്കിയിട്ട് ആവശ്യമുണ്ടെങ്കിൽ പിന്നെ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 10 രൂപയുടെ പാൽ പാക്കറ്റ്, അതായത് ഒരു ഗ്ലാസ് 250 ml പാൽ ഞാൻ യൂസ് ചെയ്തോളൂ. എൻ്റെ വീട്ടിൽ ആരും അങ്ങനെ ഒരുപാട് പാൽ കഴിക്കുന്ന ആൾക്കാരല്ല, ഈവൻ കുട്ടികൾ പോലും. അങ്ങനെ ഇതൊക്കെ ഇട്ട് ഒന്ന് നന്നായിട്ട് ആ പഞ്ചസാരയിലൊന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുത്തതിന് ശേഷം പിന്നെ ഒരു പാക്കറ്റ് പാൽപ്പൊടി 10 രൂപയുടെ പാക്കറ്റ് ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതായത് എന്താണെന്ന് പറഞ്ഞാൽ റബ്ബടി നന്നായിട്ട് തിക്കായിട്ട് വരാൻ വേണ്ടിയിട്ടാണ്. പാൽ കുറച്ചല്ലേ ഞാൻ ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾ ഒരുപാട് പാൽ ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളിങ്ങനെ പാൽപ്പൊടിയൊന്നും ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ. അങ്ങനെ ഇതിങ്ങനെ കുറുക്കി തിക്കാക്കി എടുക്കുക എന്നുള്ളതാണ് കേട്ടോ അടുത്ത സ്റ്റെപ്പ്. അത് ഏകദേശം ഒരു ഹാഫ് തിക്കായി വരുമ്പോൾ നമ്മുടെ കസ്റ്റർഡ് ആപ്പിളിൻ്റെ പൾപ്പ് മൊത്തം ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ സമയത്ത് നമുക്ക് മധുരം നോക്കാം. മധുരം കുറവുണ്ടെങ്കിൽ വേഗം വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം. അതായത് കസ്റ്റർഡ് ആപ്പിളിൻ്റെ ആ ഒരു ഫ്ലേവർ കിട്ടില്ല മധുരം കൂടുതലാണെങ്കിൽ. ഓക്കെ, എന്നിട്ട് ഞാൻ കുറച്ച് മിക്സിയൊക്കെ കഴുകി വെള്ളം ഒഴിച്ചു. അതിനകത്ത് പിന്നെയും കുറച്ച് പൾപ്പൊക്കെ ഉണ്ടായിരുന്നുണ്ട്. എന്നിട്ട് വീണ്ടും നന്നായിട്ട് കുറുക്കി ദേ കണ്ടോ, ഈ ഒരു പരുവത്തിലാവുമ്പോഴത്തേക്കും എടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ കസ്റ്റർഡ് ആപ്പിൾ ബസുണ്ടി ടേസ്റ്റി ആയിരുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണേ.